ഗുണമല്ലേ സ്ലിപ്പാവും. നമസ്തേ. നമ്മളെ കൊച്ചമ്പലം അല്ലേ, ആരാമത്തിലേക്ക് സ്വാഗതം. നമസ്തേ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എൻ്റെ വിനീതമായ കൂപ്പുകൈ നമസ്കാരം. ഞാൻ ശരിക്കും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എനിക്കെന്നെ അറിയാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ബൃഹത്തായ ഈ ആൾക്കാരൊക്കെ എപ്പോഴും ഒരിക്കൽ കേട്ട് അറിഞ്ഞ് അല്ലെങ്കിൽ വായ്മൊഴിയായിട്ട് കേട്ട് സ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ മോറാഴിയിൽ വന്നു ചേരുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണുകയാണോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സത്യം തന്നെയാണോ ഈ നടക്കുന്നതൊക്കെ ശരിക്കും ആലോചിച്ചു പോകുന്നു. ഇത്രയും മഹത്തരമായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ നമ്മളുടെ ഈ മോറാഴിലെ കൊച്ചു ഭൂമിയിൽ വന്നു ചേരുക എന്ന് പറയുമ്പോൾ അത് ആലോചിക്കാനേ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മണ്ണുമ്മലും കുറുന്താഴ വടക്കൻകൂവൽ എന്ന ബാലിയുടെ പ്രധാനമായ ആരൂഢ സ്ഥാനത്തു നിന്നും ഇവിടെ മോറാഴിയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ബാലിദേവൻ്റെ പേരിൽ ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രതിനിധികളെ നിങ്ങളിവിടെ ഈ ദീപം തെളിയിക്കണം. ദീപം തെളിയിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം
അതുപോലെ തന്നെ ബാലിദേവന്റെ മഹത്വവും നമുക്കൊന്ന് വിശദീകരിച്ചു തരണം. കാരണം എൻ്റെ അറിവുകൾ പരിമിതമാണ്. ബാലിദേവനെ പറ്റി അനവധി കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ ഈ സ്ഥാനത്ത് വെച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടാവും. അത് നമുക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കേൾപ്പിച്ചു തരണം. അപ്പം ഈ മണ്ണുമ്മൽ, കുറുന്താഴ, വടക്കൻകോവിലെ പ്രതിനിധികൾ വേദിയിലേക്ക് വരണം. ഒപ്പം ഞങ്ങളുടെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണൻ വേദിയിലേക്ക് വരണം. ഈ കയറുന്നത് മറ്റേ അമ്മ നടക്കാൻ നമ്മുടെ ക്ഷേത്രം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു റോഡ്, അത്രയും സ്ഥലം പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മറ്റേ ഇറക്കം മുഴുവൻ കൊണ്ട് നീക്കി കൊടുക്കുകയാണ്. പക്ഷേ അതും ഇതുമാതിരി കുറേ കാലം അന്യാധീനപ്പെട്ടു പോയി. പക്ഷേ നമ്മളെ ക്ഷേത്രവും പരിസരവും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഞാൻ മുൻപേ ക്ഷേത്രം കഴിയാണ്ട് വന്നിട്ടുണ്ട്, ഈശോ ക്ഷേത്രത്തിൽ. അത് ശരിക്കും നമ്മുടെ യാഗഭൂമിയായിട്ട് ബന്ധമുള്ള ഒരു സാഹചര്യം. കുട്ടി അത്തനത്തേക്ക് വരുന്ന സമയത്ത് ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനെ അന്നത് വരുന്നത് കാണുന്നു. ഞാൻ വന്നിട്ടുണ്ടല്ലേ ഒരു ചരിത്രത്തിലേക്കൊരു ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റിയോടെ വന്നില്ല. അങ്ങനെ സാധനം രണ്ട് തോടാണ് നമ്മുടെ ഈ കയറുന്നത് തോടിന് മറ്റേ അമ്മ നടക്കാൻ നമ്മുടെ ക്ഷേത്രം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു റോഡ്, അത്രയും സ്ഥലം പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മറ്റേ ഇറക്കം മുഴുവൻ കൊണ്ട് നീക്കി കൊടുക്കുകയാണ്. പക്ഷേ അതും ഇതുമാതിരി കുറേ കാലം അന്യാധീനപ്പെട്ടു പോയി. പക്ഷേ നമ്മളെ ക്ഷേത്രവും പരിസരവും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഞാൻ മുൻപേ ക്ഷേത്രം കഴിയാണ്ട് വന്നിട്ടുണ്ട്, ഈശോ ക്ഷേത്രത്തിൽ. അത് ശരിക്കും നമ്മുടെ യാഗഭൂമിയായിട്ട് ബന്ധമുള്ള ഒരു സാഹചര്യം. കുട്ടി അത്തനത്തേക്ക് വരുന്ന സമയത്ത് ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനെ അന്നത് വരുന്നത് കാണുന്നു. ഞാൻ വന്നിട്ടുണ്ടല്ലേ ഒരു ചരിത്രത്തിലേക്കൊരു ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റിയോടെ വന്നില്ല. അങ്ങനെ സാധനം പോകട്ടോ. കുട്ടി പറക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഇവിടെ കളിക്കണം. അപ്പം ദേവി തന്നെ വന്നല്ലേ ദേവി തന്നെ വന്നല്ലേ അതിന് ഉണ്ണിയുണ്ട് ഇത് മാറ്റണ്ട ടേബിളിൽ ഉണ്ടല്ലോ. ആ ഇതിലും മറ്റേ ഇതിൽ അതിൻ്റെ മൂന്ന് ഇതിൻ്റെ പേരെന്താ? എവിടെയാ വീട്? കണ്ണൂർ. എന്ത് ചെയ്യുന്നു? എത്രയല്ലേ? ഇവിടെ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ്. ഇവിടെ നിനക്കൊരു നൃത്തം ചെയ്യാൻ അവസരം കിട്ടുന്ന ഭഗവതി തന്നെയാണ് നിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇതൊന്നും ചെറിയ ഭാഗ്യമൊന്നുമല്ല. നമ്മൾ പറഞ്ഞല്ലോ അതെ, ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ പോയി കളിക്കുന്നതും ഭഗവാന്റെ മുന്നിൽ കളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ജന്മജന്മാന്തരങ്ങൾ സുഹൃതം ചെയ്ത ബലമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. മനസ്സിലായോ? അത് ഏത് ദിവസമാണ് കിട്ടുന്നത്? ഏത് ദിവസമാണ് കിട്ടുന്നത്? ഏത് ദിവസമാണ് എനിക്ക് കളിക്കാൻ കിട്ടിയത്? നവമിക്ക് അല്ലേ? ദേവീൻ്റെ ഏത് ദിവസം? ഏത് ആയുധ പൂജയായ സമയമായി വരുന്നത് അല്ലേ? ഒന്ന് കിട്ടിയില്ലേ? നല്ലോണം കളിക്കുക, വലിയ കുട്ടിയാവുക കേട്ടോ. നല്ല ഇതിലെത്തും. ആരാ ഗുരു?
രമ്യ എവിടെയില്ല? മുണ്ടയാടില്ല, രമ്യ ടീച്ചർ. ഒരാടുന്ന് മാത്രമേ വിദ്യാഭ്യാസം ഇപ്പോൾ എന്തെല്ലാം പഠിച്ചു? ഇപ്പം മോഹിനിയാട്ടം കുറച്ച് പഠിച്ചു. ബാക്കിയെല്ലാം പൂർത്തിയാക്കണം. പൈതിയാക്കിയിട്ട് പോകരുത് കേട്ടോ, നല്ല പഠിക്കണേ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ബാലി ഭഗവാന്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലം. ഇതെല്ലാം എല്ലാ പെൺകുട്ടികൾക്കും എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല കേട്ടോ. അത് നല്ല കളിക്ക് ഒന്നും പഠിക്കണം. കൂടെ ഇന്ത്യ മുഴുവൻ ഇതാവുന്നുണ്ട് അല്ലേ? ഇപ്പോൾ 5G ആയല്ലോ, ഇവിടെയൊക്കെ 5G കിട്ടി തുടങ്ങി അല്ലേ? ഞാൻ ആദ്യം ഐഡിയയിലായിരുന്നു, പിന്നെ റിസൈൻ ചെയ്തിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ ലാബിലായിരുന്നു DDRC. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വീണ്ടും വന്ന് ജിയോയിൽ ജോയിൻ ചെയ്തു. തൽക്കാലം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്, പുറത്തേക്ക് നോക്കുക. എൻ്റെ വിനീതമായ കൂപ്പുകൈ നമസ്കാരം. ഞാൻ ശരിക്കും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ബൃഹത്തായ ഈ ആൾക്കാരൊക്കെ എപ്പോഴും ഒരിക്കൽ കേട്ട് അറിഞ്ഞ് അല്ലെങ്കിൽ വായ്മൊഴിയായിട്ട് കേട്ട് സ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ മോറാളിൽ വന്നു ചേരുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണുകയാണോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സത്യം തന്നെയാണോ ഈ നടക്കുന്നതൊക്കെ ശരിക്കും ആലോചിച്ചു പോകുന്നു. ഇത്രയും മഹത്തരമായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ നമ്മളുടെ ഈ മോറാളിലെ കൊച്ചു ഭൂമിയിൽ വന്നു ചേരുക എന്ന് പറയുമ്പോൾ അത് ആലോചിക്കാനേ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മണ്ണുമ്മലും കുറുന്താഴ വടക്കൻകോവിൽ എന്ന ബാലിയുടെ പ്രധാനമായ ആരോഗ്യ സ്ഥാനത്തു നിന്നും ഇവിടെ മോറാളിയിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ബാലിദേവൻ്റെ പേരിൽ ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രതിനിധികളെ നിങ്ങളിവിടെ ഈ ദീപം തെളിയിക്കണം. ദീപം തെളിയിച്ചുകൊണ്ട് എന്താണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ ബാലിദേവൻ്റെ മഹത്വവും നമുക്കൊന്ന് വിശദീകരിച്ചു തരണം. കാരണം എൻ്റെ അറിവുകൾ പരിമിതമാണ്. ബാലിദേവനെ പറ്റി അനവധി കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ ഈ സ്ഥാനത്ത് വെച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടാവും. അത് നമുക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് കേൾപ്പിച്ചു തരണം. അപ്പോൾ ഈ മണ്ണുമ്മൽ കുറുന്താഴ വടക്കൻകോവിലെ പ്രതിനിധികൾ വേദിയിലേക്ക് വരണം. ഒപ്പം ഞങ്ങളുടെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണൻ വേദിയിലേക്ക് വരണം. ഒറ്റക്കാക്കരുത്, അപ്പുറം തന്നെ കൂടെ ഉണ്ടാവണം നിങ്ങളെല്ലാം. അത് നിൽക്ക്, അന്നേരം ഞാൻ വിളിക്കും. ആ വിളിക്കുമ്പോൾ കാര്യങ്ങൾ റെഡിയാക്കുക. അതിനൊക്കെ അത്രയും ഉണ്ട്. അത് സമയമായിട്ടില്ല, കുറച്ചും കൂടി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഒറ്റക്കാക്കരുത്, അപ്പുറം തന്നെ കൂടെ ഉണ്ടാവണം നിങ്ങളെല്ലാം. അത് നിൽക്ക്, അന്നേരം ഞാൻ വിളിക്കും. ആ വിളിക്കുമ്പോൾ കാര്യങ്ങൾ റെഡിയാക്കുക. അതിനൊക്കെ അത്രയും ഉണ്ട്. അത് സമയമായിട്ടില്ല, കുറച്ചും കൂടി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ടിക്കറ്റ് ഒരു 8 സെന്റ് സ്ഥലം അത്രയേ ഉള്ളൂ. 8 സെന്റ് സ്ഥലം നമുക്കുണ്ട്. പിന്നെ ഒരുവിധം നമ്മുടെ ഇവിടെ പെരുമ്പ് ഉണ്ടായത് ഈ ഇത്രയും പഴക്കം മണിക്കുന്നത്. അതെ അതെ, അതിൻ്റെ മുകളിൽ നിന്ന് മറ്റേ ആളുകളെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് പോയത്. ശിവക്ഷേത്രം ഉണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ ഭൂമിയാണിത്. ആ ക്ഷേത്രത്തിന് ദാനം കൊടുക്കണം, സമ്മാനമായിട്ട് കൊടുക്കണം. മിക്കവാറും ചിലമാരെല്ലാം തന്നെ അതുപോലെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയുള്ള പണിക്കാർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏക്കർ ഭൂമി ഉണ്ട്. 8 ഏക്കർ ഭൂമി ഈ പ്രദേശം എങ്ങനെയായ കാര്യങ്ങൾ ആയിക്കോട്ടെ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ 2